ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളത്തിൽ വന്ന ഒരു വീഡിയോ കാണാനും കേൾക്കാനും അവസരമുണ്ടായി. ആ വീഡിയോയിൽ ഇസ്ലാമിനെക്കുറിച്ച് നിരവധി തെറ്റായ പരാമർശങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പരാമർശങ്ങളെ അല്പം വിശദീകരിച്ചുകൊണ്ട് വിനീതൻ മനസ്സിലാക്കിയ രീതിയിൽ അല്പം പ്രതികരിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഞാനിക്കാര്യം പറയുമ്പോൾ എൻ്റെ ലക്ഷ്യം ഇസ്ലാമിൻ്റെ എതിരാളികളെ അഭിമുഖീകരിച്ച് പറയുക എന്നതല്ല. കാരണം രണ്ട് തരത്തിലുള്ള എതിരാളികൾ ഇസ്ലാമിനുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട കാര്യം തന്നെയാണ്. ഒന്ന്, അള്ളാഹു പറയുന്നു, വൈ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനു ബിഹ. അവർ എല്ലാ തരത്തിലുള്ള അടയാളം കണ്ടു കഴിഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ളവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാനായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരെക്കുറിച്ച് പറയുന്നു, ഫീ ഖുലൂബിഹിൻ സൈഗുൻ യത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാ അൽ ഫിത്ന. അവരുടെ ഹൃദയങ്ങൾ വക്രതയുള്ളവരാണ്. അവരാകട്ടെ സദൃശമായ കാര്യങ്ങളെ പിന്തുടരുന്നു. അവരുടെ ലക്ഷ്യം ഫിത്ന അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുക എന്നതാണ്. അപ്പം അങ്ങനെയുള്ളവരുമല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം, ഞാൻ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ, ചില സാധാരണ ജനങ്ങളുണ്ട്. അവർ ഇസ്ലാമിനെ, അതായത് മനോഹരമായ സംശുദ്ധമായ ഈ മതത്തെ അവർ മനസ്സിലാക്കിയതിൽ അവർക്ക് പറ്റിയ തെറ്റുകളുണ്ട്. ആ തെറ്റായ വശങ്ങളിൽ കൂടെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഇസ്ലാം അല്ലാതായിത്തീരുന്നതായി കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടരിൽ നമ്മുടെ ജാമിദ ടീച്ചർ ഉണ്ടെങ്കിൽ അവരും എൻ്റെ ഈ സംബോധനയിൽ അവരും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവരെപ്പോലെ തന്നെ, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആരാണോ ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്കാണ് ഞാനിവിടെ ചില കാര്യങ്ങൾ പറയുന്നത്. കാരണം പലരും ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചത് ഒരു പ്രത്യേക ചുറ്റുപാടിലായിരിക്കാം. പഠിച്ച വശങ്ങൾ, പഠിപ്പിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ ഏതൊരു ചുറ്റുപാടിലാണ് അവർ പഠിച്ചത്, ഏതെല്ലാം പുസ്തകങ്ങളാണോ വിശദീകരണങ്ങളാണോ അവർ ഉപയോഗിച്ചത്, പിന്നെ ആരിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടിലാണോ കേട്ട് മനസ്സിലാക്കിയത്, ഇതൊക്കെ തന്നെ ഒരു വ്യക്തിയെ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാം. അപ്പോൾ അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും നമുക്ക് മുമ്പുണ്ട്, മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അത് പറയുകയാണെങ്കിൽ, ആദ്യം വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹയികളുടെ സമാഹാരമാണത്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യപ്പെട്ട, സൂക്ഷ്മതയോടുകൂടി റെക്കോർഡ് ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ സംരക്ഷണം അള്ളാഹു സ്വയം ഏറ്റെടുത്തതായി വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രവചനം കൂടിയാണ്. ആ പ്രവചനം അന്ന് മുതൽ ഇന്ന് വരെ പുലരുന്നതായും പുലർന്നുകൊണ്ടിരിക്കുന്നതായും നാം കാണുകയും ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ എതിരാളികൾ പോലും ഈ കാര്യത്തെക്കുറിച്ച് എടുത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് നിർബന്ധമായും പറയേണ്ടി വന്നിട്ടുണ്ട്, ഇസ്ലാമിൽ അന്ന് ഉണ്ടായിരുന്ന ഖുർആൻ തന്നെയാണ് ഇന്നുമുള്ളത് എന്ന്. അപ്പോൾ ഈ ഖുർആനെ വിട്ടുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, ഈ ഖുർആൻ പറഞ്ഞതിനെതിരായി മറ്റൊരു കാര്യത്തെ സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല, എന്നാൽ വൈവിധ്യമായ കാര്യങ്ങളുണ്ട്. ആ വൈവിധ്യമായ കാര്യങ്ങൾക്കൊക്കെയും കാരണങ്ങളും അതിലെ ഹിക്മത്തുകളും അതിൽ വിസ്ഡമും ഉണ്ട്. ഓരോ പ്രത്യേകതയുണ്ട്. ഖുർആനിലെ ഓരോ പ്രയോഗത്തിനും, ഓരോ പദത്തിനും, ഓരോ ഹർക്കത്ത്, ഓരോ വള്ളിക്കും പുള്ളിക്കും വരെ പ്രാധാന്യമുണ്ട്. അതിലൊക്കെ ഒരുപാട് അറിയപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള, മനുഷ്യന് ഈ ലോകത്തും പരലോകത്തും ഗുണം ചെയ്യപ്പെടുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഈ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതചര്യയാണ് നാം നോക്കേണ്ടത്.
തിരുമേനി എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്. അതിന് സുന്നത്ത് എന്ന് പറയും, നബി തിരുമേനിയുടെ ചര്യ. അതുപോലെ നബി തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ നമ്മളിലേക്ക് പിന്നീട് വൈകിയാണ് എത്തിയതെങ്കിലും ആ കാര്യങ്ങളെ ഹദീസ് എന്ന് പറയും. അതിനും അതിപ്രധാനമായ ഒരു പ്രത്യേക സ്ഥാനം ഇസ്ലാമിലുണ്ട്. ഈ ഹദീസ് നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന് ഒരുപാട് അൽഹംദുലില്ലാ നമ്മുടെ ഇസ്ലാമിലെ ആദ്യകാല പണ്ഡിതന്മാർ ഒരുപാട് സൂക്ഷ്മതയോടുകൂടി ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് പ്രയത്നിച്ച് അധ്വാനിച്ച് ഒരുക്കിക്കൂട്ടി അതിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒരുപാട് നിഗമനങ്ങൾ വെച്ചുകൊണ്ടും പല നമ്മൾ പറയാറുണ്ട്. പിന്നെ അതിനു വേണ്ടിയുള്ള പ്രത്യേക ശാസ്ത്രം തന്നെ ഇസ്ലാമിലുണ്ട്, നിദാനശാസ്ത്രം. അതെല്ലാം വെച്ചുകൊണ്ട് അവർ നമ്മളിലേക്ക് ഈ കാര്യം എത്തിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ആ സഅയ്, ആ പരിശ്രമം എപ്പോഴും നമ്മൾ സ്മരിക്കപ്പെടുന്ന അവരുടെ ഒരു സേവനമാണ്. അതിന് അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അവർ നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചപ്പോൾ രണ്ട് ഉസൂലുകൾ, രണ്ട് പ്രത്യേകതകളുണ്ട്. രണ്ട് പ്രത്യേക രീതിയിലൂടെയാണ് ഈ ഹദീസുകൾ ശരിയാണോ തെറ്റാണോ എന്നവർ പഠിച്ച് മനസ്സിലാക്കിയിരുന്നത്. അതിലൊന്നിനെ റിവായത്ത് എന്ന് പറയും, മറ്റൊന്നിനെ ദിറായത്ത് എന്ന് പറയും. റിവായത്ത് എന്ന് പറഞ്ഞാൽ റാവിമാർ, നിവേദകർ, ഈ നിവേദനം ചെയ്യുമ്പോൾ അവർ എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നൊരു പഠനം. ആ വ്യക്തി അറിയപ്പെട്ട വ്യക്തിയായിരിക്കണം, അതുപോലെ സത്യസന്ധനായിരിക്കണം, ആ വ്യക്തിക്ക് ഓർമ്മശക്തിയുള്ള ഒരു വ്യക്തിയായിരിക്കണം, പൊങ്ങച്ചം പറയുന്ന സ്വഭാവം ആ വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യവുമായി ആ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ നേട്ടങ്ങൾ അതിലുണ്ടായിട്ടില്ല എന്നുറപ്പുവരുത്തണം. അതുപോലെ ഒരു പ്രത്യേക സംഭവം വിശദീകരിക്കുമ്പോൾ പറയുമ്പോൾ അത്രയും അതിപ്രസക്തമായ ഒരു കാര്യം ഈ ഒരു വ്യക്തി മാത്രം എങ്ങനെയാണ് അറിഞ്ഞത്, മറ്റുള്ളവർ എന്തുകൊണ്ട് അറിഞ്ഞിട്ടില്ല എന്ന് നോക്കണം. പിന്നെ ശൃംഖല മുറിയാതെ തന്നെ ഒരാൾ മറ്റൊരാളെ കണ്ടിരുന്നോ, കേട്ട ആൾ പറഞ്ഞ ആളെയും തമ്മിൽ അവർ കണ്ടുമുട്ടാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ അതിനാണ് റിവായത്ത് എന്ന് പറയാറുള്ളത്. പിന്നെ ഈ റിവായത്ത് മാത്രം പോരാ, അതിലുപരിയായി അത് അത്ര തന്നെ പ്രസക്തിയുള്ള അല്ല അതിനേക്കാൾ പ്രസക്തിയുള്ള ഒന്നാണ് ദിറായത്ത്. നമ്മളിലേക്ക് എത്തപ്പെട്ട ഈ കാര്യം, ഈ പറയപ്പെട്ട കാര്യം സ്വീകാര്യ യോഗ്യതമാണോ എന്ന് പരിശോധിക്കാനുള്ള മറ്റൊരു പ്രധാന ഒരു രീതിയാണ് ആ പറയപ്പെട്ട കാര്യം അറിയപ്പെട്ടതും പൊതുവെ സ്വീകാര്യമായതും നാം നേരിൽ കാണുന്നതുമായ ഒരു സത്യത്തിനെതിരാവാൻ പാടില്ല. മനുഷ്യന് അള്ളാഹു ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി മനുഷ്യനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ലഅല്ലക്കും തഅഖിലൂൻ, ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹു പല സമയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യബുദ്ധിക്ക് തികച്ചും എതിരായ 100% എതിരായ ഒരു കാര്യവും പെട്ടെന്നൊരു രീതിയിൽ നമ്മളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതും ഒറ്റയടിക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതിലുപരിയായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിന് തികച്ചും എതിരായി വരുന്ന ഒരു ഹദീസ് നമുക്ക് ഉറപ്പിക്കാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഹദീസ് നമ്മളിലേക്ക് എത്തിയത് ശരിക്കുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ അതിലെവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇതല്ല, മറ്റു വല്ല ആന്തരിക അർത്ഥവും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നേർക്ക് നേരെയുള്ള അർത്ഥത്തിൽ അല്ലാതെ ഉപയോഗിച്ചതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തഅ്വീൽ ചെയ്യേണ്ടി വരും. അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഹദീസുകളെ സ്വീകരിക്കുന്നതും അതനുസരിച്ച് അതിനെ ഒരു മാനദണ്ഡമായി അംഗീകരിക്കുന്നതും. ഈ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ കാലത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തിരുമേനി ഉണ്ടായിരുന്നു. തിരുമേനിയുടെ വഫാത്തിന് ശേഷം സഹാബാക്കൾ തന്നെ ഈ രീതി തുടർന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കൊരു കാര്യം റസൂൽ തിരുമേനി പറഞ്ഞു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ തിരുമേനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുകയാണെങ്കിലും അവർ ഒറ്റയടിക്ക് അതിന് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അക്കാര്യം വിശുദ്ധ ഖുർആൻ എതിരാണെങ്കിൽ അവർ സ്വീകരിക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ റസൂൽ തിരുമേനി തന്നെ പറഞ്ഞ് കാണിച്ചു തന്ന മറ്റൊരു വലിയ കാര്യത്തിന് എതിരായിട്ടാണ് ഈ പറയപ്പെട്ട കാര്യമെങ്കിൽ അതിനെയും അവർ സ്വീകരിക്കുമായിരുന്നില്ല. അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വുദൂഉ മിമ്മാ മസ്സത്തിന്നാർ. തീ സ്പർശിച്ച ഒരു വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വുദു എടുക്കണം എന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട് എന്ന്
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, അത് ശരിയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുടുവെള്ളം കുടിച്ചാലും ഒതെടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യം റസൂൽ തിരുമേനി പറഞ്ഞതായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം ലക്ഷ്യമിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു സ്ത്രീ, ഫാത്തിമ ബിൻ ഖൈസ് എന്ന് പറഞ്ഞ സ്ത്രീ ഒരു കാര്യവുമായി വന്നു. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാര്യം എന്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ കാര്യത്തെ സ്വീകരിച്ചില്ല. അവിടെ അദ്ദേഹം പറഞ്ഞത്, ഒരു സ്ത്രീ മാത്രം വന്നൊരു കാര്യം പറഞ്ഞത് മാത്രം നമുക്ക് തെളിവ് പോരാ. അപ്പോൾ ആ ഒരു കാരണത്താൽ നമ്മൾ ഈ നടന്നു വരുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന, റസൂൽ തിരുമേനി പഠിപ്പിച്ചായി നമുക്കറിയാവുന്ന ഒരു കാര്യത്തിന് എതിരായിട്ട് ഈ ഒരു തെളിവ് മാത്രം പോരാ നമുക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു ഹദീസിലുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മയ്യിത്ത ലയുഅദ്ദബു ബിബുക്കാഇ അഹ്ലിഹി. ഒരു മയ്യിത്ത്, മരിച്ച വ്യക്തി, ആ വ്യക്തിയുടെ വീട്ടുകാരും കുടുംബക്കാരും കരയുമ്പോൾ അവരുടെ കരച്ചിൽ കാരണം ആ വ്യക്തിക്ക് ശിക്ഷ നൽകപ്പെടുന്നു എന്ന് റസൂൽ തിരുമേനി പറഞ്ഞു എന്ന്. ഈ കാര്യം അത് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു, നോക്കുക, വലിയൊരു അറിവുള്ള വ്യക്തിയാണ് പറഞ്ഞത്. എന്നിട്ട് കൂടി ഈ കാര്യം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ അവർ പ്രതികരിച്ചത് എങ്ങനെയാണ്? റസൂൽ തിരുമേനി അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. റസൂൽ തിരുമേനി പറഞ്ഞത് പ്രത്യേകം ചില കാഫര്യങ്ങളുടെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. റസൂൽ തിരുമേനിയുടെ ഉദ്ദേശം അതല്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഖുറാനെങ്കിലും നോക്കിക്കൂടെ? ഖുറാനിൽ അള്ളാഹു പറയുന്നു, ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഒരു ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി, ഒരു നഫ്സ് മറ്റൊരു നഫ്സിൻ്റെ ഭാരം ഒരിക്കലും ചുമക്കില്ല. ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ശിക്ഷയും പ്രതിഫലവും ലഭിക്കുന്നത് എന്ന് ഖുറാൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന്. അപ്പോൾ ഖുറാനിൽ വ്യക്തമായി ഒരു കാര്യം പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരായി ആര് തന്നെ പറഞ്ഞാലും നമുക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നൊരു പാഠമാണ് സഹാബാക്കൾ നമ്മെ പഠിപ്പിച്ചു തന്നത്. അതുപോലെ വേറെയും കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു സമയത്ത് ഒരു അൻസാരി സഹാബി വന്നിട്ട് ഒരു മജ്ലിസിൽ പറഞ്ഞു, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖദ് ഹറമൻ നാറ അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരാണോ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, ആ വ്യക്തിയുടെ മേൽ നരകശിക്ഷ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇതിൽ കാര്യമുണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നിട്ടും അത് കേട്ട് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു, കുറച്ച് സീനിയർ ആയിട്ടുള്ള സഹാബിയായിരുന്നു, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അദുന്നു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ഖുൽത്. അള്ളാഹുവാണ് സത്യം, താങ്കൾ പറഞ്ഞ ഈ കാര്യം റസൂൽ തിരുമേനി പറഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നോക്കുക, ഇവിടെ പറഞ്ഞത് ഇത്രയും കാര്യമേ ഉള്ളൂ. ആരാണോ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്, അവർക്ക് നരകശിക്ഷ ലഭിക്കുകയില്ല. ശരിയായിരിക്കാം, ഏതൊരു മനസ്സുകൊണ്ടാണോ പറഞ്ഞത്, എങ്ങനെയാണോ എന്നുള്ളത്. എന്നിരുന്നാലും ഇസ്ലാമിനെ അത്രമാത്രം കണ്ടാൽ പോരാ, അങ്ങനെ ഒരു കാര്യം റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് മറ്റൊരു സഹാബി ഒരു നിഗമനത്തിലെത്തിയത്. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അത് ശരിയാണോ അല്ലേ എന്ന് പഠിക്കാനും വിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്ത് നോക്കാനും ബുദ്ധിപരമായി താരതമ്യം ചെയ്ത് നോക്കാനും മറ്റ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ച മാതൃകാപരമായ കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കാനുമുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യണം എന്ന പാഠമാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ലാതെ വാക്കുകളായി കേട്ടുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാതെ, ചുറ്റുപാട് ഗ്രഹിക്കാതെ, അതിൻ്റെ സിയാക്കും സിബാക്കും അറിയാതെ തോന്നുന്ന പോലെ മനസ്സിലാക്കിയാൽ സംഭവിക്കാവുന്ന തെറ്റുകളാണ് നമ്മുടെ ജാമിദ ടീച്ചർ ഇവിടെ ഉദാഹരണങ്ങളായി എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 2 തരം റിവായത്തുകളുണ്ട്. ഉഹ്സു തുറാബ അല വുജൂഹിഹിം, അവരുടെ മുഖത്ത് മണ്ണ് കൊണ്ട് എറിയുക എന്ന്, മണ്ണ് നിരത്തുക, മണ്ണ് എറിയുക എന്ന്. അപ്പോൾ അതിനാരെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മണ്ണെടുത്ത് മറ്റുള്ള മുഖത്ത് എറിയുന്നത് ശരിയാണോ? അല്ല. അവൾ ഉദ്ദേശിക്കുന്നത് അതൊരു പ്രത്യേക സംസാര ശൈലിയാണ്, അതിൻ്റെ ആന്തരിക അർത്ഥമാണുള്ളത്, അത് നേർക്കുനേരുള്ള അർത്ഥമല്ല. അവരുടെ അവസ്ഥയിൽ വിട്ടുകളയുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നാണ് റസൂൽ തിരുമേനി ഉദ്ദേശിച്ചത്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത കാരണത്താൽ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് തെറ്റായ പാഠങ്ങൾ ഇസ്ലാമിൽ വരുന്നത്. അല്ലെങ്കിൽ എവിടെയും ഏത് കാര്യത്തിൽ നോക്കാൻ തെറ്റായ പാഠങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്, അത് അവർ വിശ്വസിക്കുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പുതിയൊരു മതം, പുതിയൊരു രീതി ഉടലെടുക്കുന്നത്. അതാണ് ഇസ്ലാമിൽ കാലക്രമേണ സംഭവിച്ചതും. കാരണം ഒരുപാട് നമ്മുടെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഏത് മുഫസ്സിറാണത് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു മുഫസ്സിറാണ് പറഞ്ഞിട്ടുണ്ടോ? മുഫസ്സിർമാർ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്വീകാര്യമല്ല എന്നാണ് അവരുടെ നിഗമനം. അങ്ങനെ ഇസ്ലാമില്ല. ഇതാണ് മുൻകാലത്ത് യഹൂദികൾക്ക് സംഭവിച്ചത്. എൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യഹൂദികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് തൗറാത്ത് ഇരിക്കുന്നുണ്ട് അവരുടെ ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ. അത് നോക്കി എൻ്റെ അടുത്തുണ്ട്. അതിലവർക്ക് സാധാരണ അതിൽ ശ്രദ്ധയൊന്നുമില്ല. അത് കണ്ടു. പ്രത്യേകിച്ച് അവരുടെ മുഖത്ത് വലിയ പ്രത്യേകതയൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് അവർ പോകുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ തൽമൂദ് ഉണ്ടല്ലോ, അത് അറബിയിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, അതായത് അതിൻ്റെ കോപ്പികളാണ് ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അതെടുക്കുക, നോക്കുക, ഒരുപാട് സന്തോഷം അവർക്ക്. കാരണം അവർ തൗറാത്തിനെ വിട്ട് തൽമൂദിലേക്കാണ് അവർ പോയത്. തൽമൂദാണ് അവർക്ക് കൂടുതൽ ഇഷ്ടവും, അതനുസരിച്ചാണ് അവർ സംസാരിക്കുന്നതും. അത് തന്നെയാണ് നമ്മുടെ ഇസ്ലാമിലും സംഭവിച്ചത്. വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് മാറ്റിവെച്ചു, അതിൽ തഫ്സീറുകളും ഹദീസുകളും മറ്റും എടുത്തുകൊണ്ട് അതിലായി മുഴുവൻ നമ്മുടെ മതത്തിൻ്റെ എല്ലാം അതിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചു വന്നത്. അതാണ് ഈ 1300 വർഷങ്ങൾക്ക് ഇടയ്ക്ക് സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുമെന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. യഹൂദികളും നസാറാക്കളും പോയ പോലെ നിങ്ങൾക്കും സംഭവിക്കും, അവർ കക്ഷികളായി പിരിഞ്ഞ പോലെ ഈ ഉമ്മത്തിലും അങ്ങനെ സംഭവിക്കും. യഅ്തിയലന്നാസിസം, ഈ ഉമ്മത്തിലൊരു കാലം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാം ഇല്ല സ്മുഹു, ഇസ്ലാമിൻ്റെ പേര് മാത്രം അവശേഷിക്കുന്ന കാലം വരും. വലാ മിനൽ ഖുർആൻ ഇല്ല റസ്മുഹു, ഖുർആൻ്റെ ലിപി മാത്രം അവശേഷിക്കുന്ന കാലം വരും. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ, പള്ളികളൊക്കെ നിറഞ്ഞിരിക്കും നിസ്കരിക്കുന്നവരെ കൊണ്ട്, എന്നാൽ അതിൽ ഹിദായത്ത് ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ റസൂൽ തിരുമേനി പറഞ്ഞതാണ്. ഇത്തഖദു ഖൗം ഇന്ന ഖൗമി ഇത്തഖദുൽ ഖുർആന മഹജൂറ, എൻ്റെ സമുദായം ഖുർആനെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് റസൂൽ പറയുന്ന ഒരു സന്ദർഭം വരും എന്നൊക്കെ ഖുർആനിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് ഈ വരുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയും അള്ളാഹു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ബാധ്യത കൂടെ നമുക്കുണ്ട്. ഏതായാലും ഇപ്പോൾ ഞാൻ ആ വശത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തഫ്സീറുകളിലും ഒരുപാട് ഇസ്രായേലിയത്തുനിന്ന് വന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പല വിശദീകരണങ്ങളും മുൻകാല ഗ്രന്ഥങ്ങളിലും കണ്ടത് ഇവിടെയും കണ്ടപ്പോൾ രണ്ടും കൂടി കൂട്ടിയോജിപ്പിക്കാൻ നോക്കിയവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് ഖുർആൻ ഇപ്പോഴും അതുപോലെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം ഹദീസുകളെ തള്ളിക്കളയും എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റായി ചിന്തിക്കരുത്. ഹദീസുകളെ സ്വീകരിക്കണം. പക്ഷേ ഹദീസുകൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ റസൂൽ തിരുമേനിയുടെ ചര്യക്കും വിശുദ്ധ ഖുർആനും എതിരായിട്ടൊന്ന് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. ഇനി ഞാൻ ചില നമ്മുടെ ജാമിദ ടീച്ചർ അവിടെ പരാമർശിച്ച ചില കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് ചുരുക്കി പറയാം. സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് അവസരങ്ങളിൽ പറയുന്നതായിരിക്കും.